യാത്രക്ക് വേണ്ടി ഒരു വാഹനത്തിൽ കയറിയാൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് പറയുന്ന അധ്യായമാണ്. قال الله تعالى وجعل لكم من الفلك والأنعام ما تركبون لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. സൂറത്തു സുഖ്റൂഫിൽ അല്ലാഹു പഠിപ്പിക്കുന്ന ആയത്താണ്. വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർകബൂൻ. കപ്പലിനാലും മറ്റു ഒട്ടകം, കുതിര പോലെയുള്ള, കഴുത പോലെയുള്ള ജീവികളാലും നിങ്ങൾക്ക് നാം വാഹനത്തെ ആക്കിയിരിക്കുന്നു. ആ വാഹനത്തിന് മേൽ നിങ്ങൾ സമമായിരിക്കുവാൻ വേണ്ടി, യാത്ര ചെയ്യാൻ വേണ്ടി. ആ വാഹനത്തിൽ നിങ്ങൾ സുരക്ഷിതരായി വാഹനത്തിൽ നിങ്ങൾ ഇരുന്നാൽ അല്ലാഹു നിങ്ങൾക്ക്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തിനെ നിങ്ങൾ ഓർക്കുവാൻ വേണ്ടിയും വതഖൂലു നിങ്ങൾ പറയുവാൻ വേണ്ടിയും സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനത്തെ എനിക്ക് സൗകര്യപ്പെടുത്തി തന്ന അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ആ ദിക്റിന്റെ ഒരു ചുരുക്കാർത്ഥം. അപ്പോൾ നമുക്ക് നൽകുന്ന ഓരോ കാര്യങ്ങളും, നമുക്ക് നേട്ടമുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് നമ്മൾ അനുഭവിക്കുമ്പോഴെല്ലാം, നിഅമത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അല്ലാഹുവിനെ സ്തുതി ചെയ്യുക, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ഒരു മര്യാദയാണ്, ഒരു വിശ്വാസിയുടെ കടമയാണ്. നമ്മളൊക്കെ വാഹനത്തിൽ കയറുമ്പോൾ ചിലപ്പോൾ ഈ ദിക്ർ ചൊല്ലാറുണ്ട്, ചൊല്ലേണ്ടതാണ്. അത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുള്ള ഒരു ശുക്റാണ്. അതിനൊരു മഹത്വം അറിഞ്ഞും അതിന്റെ ഒരു ചെറിയ ഒരു ചുരുക്കാർത്ഥമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ടുമാണ് നമ്മൾ ഈ ദിക്ർ ചൊല്ലേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള ദിക്റാണ്. وعن ابن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا استوى على بعيره خارجا إلى سفر كبر ثلاثة ثم قال سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ ഒട്ടകപ്പുറത്തിരുന്നാൽ ഒരു യാത്രക്ക് വേണ്ടി ഒരു യാത്രക്ക് പുറപ്പെടാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് കയറിയിരുന്നാൽ കബ്ബറ സലാസ റസൂലുള്ളാഹി 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. ثم قال പിന്നെ റസൂലുള്ളാഹി പറയും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ഈ ദിക്ർ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലും. പിന്നെ اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إنا أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل والبلد എന്നൊക്കെ ഉള്ള ദുആ യാത്രയുടെ ദുആയാണ്. ഈ ദുആയ്ക്ക് റസൂലുള്ളാഹി തങ്ങൾ വാഹനപ്പുറത്ത് കയറിയിരുന്നാൽ ചൊല്ലാറുണ്ടായിരുന്നു. ഈ ദുആകളൊക്കെ യാത്ര പുറപ്പെടുമ്പോൾ നമ്മളും ചൊല്ലൽ സുന്നത്തുണ്ട്. നമ്മളെന്തോ യാത്ര പുറപ്പെടുമ്പോൾ ഉസ്താദിനെ ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ ഈ ദുആകളാണ് ആ ദുആയിൽ ചൊല്ലുന്നത്. ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദുആയാണ്. യാത്ര പുറപ്പെടുമ്പോൾ ഈ ദുആ ചെയ്യുക എന്നതൊരു പ്രത്യേകമായ സുന്നത്താണ്. അതൊക്കെ അല്ലാഹുവോട് ആ യാത്രയിലെ നന്മയും ഗുണവും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള اللهم إنا نسألك في سفرنا هذا البر والتقوى അല്ലാഹുവേ ഈ യാത്രയിൽ നിന്നോട് തഖ്വയെയും നന്മയെയും ഗുണത്തിനെയും ചോദിക്കുന്നു. ومن العمل ما ترضى എന്റെ അമലുകളിൽ, എന്റെ പ്രവർത്തനങ്ങളിൽ നീ തൃപ്തിപ്പെടുന്ന ഒന്നിനെയും ഞാൻ ചോദിക്കുന്നു.
പിന്നെ യാത്രയുടെ പ്രയാസങ്ങളെ തൊട്ടും ക്ലേശങ്ങളെ തൊട്ടും ഒക്കെ അള്ളാഹുവോട് അഭയം തേടുന്ന, കാവൽ തേടുന്ന, നമ്മൾ യാത്ര പോയാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലുമൊക്കെ അപകടങ്ങളൊന്നും വരാതെ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള അർത്ഥമുള്ള ദുആയാണ് പിന്നീട് സുന്നത്തുള്ള ദുആയാണ്. അള്ളാഹു കബൂൽ ചെയ്യുന്നതാവട്ടെ.